ഹലോ ഗീസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഗീസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ള ഒരു കിട്ടില്ല നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയുടെ നോക്കാൻ പോകുന്ന നമ്മളെ ഫ്രീ ഫയർ CS റാങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് 5 പെറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ വഴി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ആളുന്നില്ല ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഓരോ ലൈക്ക് കൂടും ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നേരെ ഗീസ് നമ്മുടെ ടോപ്പ് 5 പെറ്റുകളുടെ ലിസ്റ്റിലെ 5ാം സ്ഥാനം കൊടുത്തുള്ള പെറ്റിലേക്ക് തന്നെ പോവാട്ടോ. അപ്പൊ ഞാനിവിടെ 5ാം സ്ഥാനം കൊടുക്കൊണ്ട് തന്നെ ഈ പെറ്റി വളരെയധികം മോശമായ സ്കില്ലാന്ന് നിങ്ങൾ വിചാരിക്കില്ല. അപ്പൊ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ 5 പെറ്റും കിട്ടില്ല പെറ്റുകളാട്ടോ. അപ്പൊ എല്ലാ പെറ്റീസ് നമുക്ക് ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ഞാൻ ജസ്റ്റ് നമ്പർ ആയിട്ട് കൊടുത്തെന്ന് മാത്രം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്പർ അടിസ്ഥാനത്തിൽ നിങ്ങൾ പെറ്റിന്റെ സ്കില്ല് കമ്പയർ ചെയ്യാതിരിക്കുക. അപ്പൊ ഞാനിവിടെ 5ാം സ്ഥാനം കൊടുത്തുള്ളത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ടർക്കി പെറ്റിന്റെ ആട്ടോ. ഇപ്പൊ ടർക്കി പെറ്റിന്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓപ്പോണന്റ് ആയിട്ടില്ല. അപ്പൊ നമ്മൾ എനിമീസ് ആറിൽ 30 മീറ്റർ റേഞ്ചിന്റെ അകത്ത് അവർ മെഡിക്കിറ്റ് എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ മെഡിക്കിറ്റ് എന്തെങ്കിലും അവർ 4 പേരിൽ ആരെങ്കിലും ഒരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അവരുടെ തലന്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ആരോ കാണിച്ചു തരും. അപ്പൊ ഇങ്ങനെ ആരോ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തായിട്ട് എനിമീസ് മെഡിക്കിറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ എന്തായാലും സീനല്ല സ്കില്ലാട്ടോ. അപ്പൊ ഇതുവരെ നമുക്ക് എനിമീസിനെ പെട്ടെന്ന് സ്കില്ലും കാലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയ സ്കില്ലാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ 4ാം സ്ഥാനം കൊടുത്തുള്ള പെറ്റാട്ടോ. അപ്പോൾ 4ാം സ്ഥാനം കൊടുത്തുള്ളത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ നമ്മളെ പാണ്ട പെറ്റിനാണ്. അപ്പോൾ പാണ്ട പെറ്റിനൊക്കെ 4ാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്പറായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി, അല്ലാതെ ഇത് ഒരു സ്ഥാനാടിസ്ഥാനത്തിൽ കൊടുത്തല്ല. അപ്പോൾ ജസ്റ്റ് ഒരു നമ്പറായിട്ട് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ പാണ്ട പെറ്റിന്റെ സ്കില്ല് എന്ന് വെച്ചാൽ നമ്മൾ ഒരു എനിമിനെ കില്ലിയാണെങ്കിൽ നമുക്ക് 10 HP കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ എനിമിനെ കില്ലിയാണെങ്കിൽ 10 HP കിട്ടും. അപ്പം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എത്ര കില്ല് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് 10 HP ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതും കൂടുതൽ ടൈം ഒന്നുമില്ല, വളരെയധികം അഡ്വാൻറ്റേജ് ആയ സ്കില്ലാണ്. അപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മൾ 3ാം സ്ഥാനം കൊടുത്തുള്ള പെറ്റാട്ടോ. അപ്പം 3ാം സ്ഥാനം കൊടുത്തുള്ളത് നിങ്ങളിവിടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ റോബോ പെറ്റിൻ്റെ ആട്ടോ. അപ്പം നമ്മൾ റോബോ പെറ്റിൻ്റെ സ്കില്ല് എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ലൂവാളിനീസ് 100 HP ഷീൽഡ് പോയിന്റ്, അപ്പം ഷീൽഡ് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സ്കില്ലാട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ വൈസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ അപ്പോൾ നമ്മൾ റോബോട്ടിന്റെ സ്കില്ല് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്ലൂ വാളിന്റെ മുന്നിലായിട്ട് നിങ്ങളിവിടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു ചില്ല് പോലെ ഒരു ഷീൽഡ് ഈസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ എനിമീസ് ആർലീസ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ബ്ലൂ വാളിൽ നേരെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ അവർ ഷൂട്ട് ചെയ്യുന്ന ആമ ഫുള്ളി നമ്മളെ ഷീൽഡിനകരം കൊള്ളുക. ഓക്കെ, അപ്പോൾ നമ്മൾ 100 ഡാമേജിന്റെ ഷീൽഡിനകരം കൊള്ളുക. അപ്പോൾ 100 ഡാമേജ് നമ്മൾ ആ ഷീൽഡിന് കൊടുക്കുന്ന സമയത്ത് ആ ഷീൽഡ് പൊട്ടിയ ശേഷം മാത്രമേ നമ്മുടെ ഗ്ലൂ വാളിന് ഡാമേജ് ചെയ്യുക. അപ്പൊ അതുവഴി നമുക്ക് കുറച്ച് നേരം കൂടി നമ്മൾ എനിമീസിന്റെ മുന്നിൽ നമുക്ക് ഗ്ലൂ വാൾ പിടിച്ച് നിൽക്കാൻ പറ്റും. അപ്പൊ ഗ്ലൂ വാളിന്റെ റിയൽ ആയ ഡാമേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 300 HP ഡാമേജ് ആട്ടോ. അപ്പൊ ഈ ഷീൽഡ് പോയിന്റ് കൂടി നോക്കുകയാണെങ്കിൽ ടോട്ടലായിട്ട് നമുക്ക് 400 HP കിട്ടും. ഓക്കെ, അപ്പൊ ടോട്ടലായിട്ട് 400 HP കിട്ടും. അപ്പോൾ വളരെയധികം അഡ്വാൻറ്റേജ് ആയൊരു പെറ്റാട്ടോ. അപ്പൊ നെക്സ്റ്റ് ആയ പെറ്റ് അപ്പൊ നമ്മൾ 2ാം സ്ഥാനം കൊടുത്തുള്ള പെറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ എത്തി പെറ്റിൻ്റെ ആണ്. അപ്പൊ എത്തി പെറ്റിന്റെ സ്കില്ല് എന്തെന്ന് വെച്ചാൽ എക്സ്പ്ലോസീവ് ആലിസ് വെപ്പൺസ് ഉണ്ടല്ലോ. അപ്പൊ എക്സ്പ്ലോസീവ് ആലിസ് വെപ്പൺ പറയുമ്പോൾ നമുക്ക് ഗ്രനേഡ് പോലെ സംഭവങ്ങൾ, അപ്പൊ അങ്ങനത്തെ വെപ്പണിന് നമുക്ക് ഏകദേശം 30% നമുക്ക് ഡാമേജസ് റെഡ്യൂസ് ചെയ്ത് തരും. ഡാമേജസ് കുറച്ച് തരുന്ന സ്കില്ലാണ്. അപ്പൊ അതിന് കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് ഒരു ഗ്രനേഡ് അറിയാതെ പൊട്ടാണെങ്കിൽ പോകും. അപ്പൊ നമ്മൾ എനിമീസ് നമ്മളെ ദേഹത്തേക്ക് ഒരു ഗ്രനേഡ് എറിഞ്ഞാലും സീനൊന്നുമില്ല. പൊട്ടി നമ്മൾ സാധാരണ നമുക്ക് ഇതുപോലെ നമ്മൾ നോക്കാവോ അല്ലെങ്കിൽ നമ്മൾ ഡെഡ് ആവുക ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ടീമേറ്റ് ഉണ്ടാവും ഞാൻ ഇവിടെ നോക്കാത് അല്ലെങ്കിൽ ഡെഡ് ആയിട്ട് പോകേണ്ടതാണ്. പക്ഷെ നമ്മളെ കയ്യിൽ എത്തിപ്പറ്റി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തേക്ക് ഗ്രനേഡ് വീഴുകയാണെങ്കിൽ നിങ്ങളിവിടെ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ വെറും 166 ഡാമേജ് മാത്രമാണ് നമുക്ക് കിട്ടാൻ പോകുന്നു കേട്ടോ. അപ്പം എന്തിനാ കൈ പിടിച്ചുകൊണ്ടാണ് പൊട്ടിക്കുന്നു. അപ്പം നിങ്ങൾ തന്നെ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പം എന്തായാലും കുറച്ച് വിട്ടുകൊണ്ട് പോലെയല്ലേ കൈ പിടിച്ചുകൊണ്ടാണ് പൊട്ടിക്കുന്നത്. അപ്പം 166 ഡാമേജ് മാത്രം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ലൊരു പെറ്റാട്ടോ. അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ 1ാം സ്ഥാനം കൊടുത്തുള്ള പെറ്റാട്ടോ. അപ്പോൾ 1ാം സ്ഥാനം ഞാൻ ജസ്റ്റ് നമ്പറായിട്ട് കൊടുത്താണ്, അല്ലാതെ ഇതിൻ്റെ സ്കില്ല് കണ്ടുകൊണ്ട് 1ാം സ്ഥാനം കൊടുത്തൊന്നുമല്ല. അപ്പോൾ നമ്മൾ ബീസ്റ്റം പെറ്റാണ്. അപ്പോൾ നമ്മൾ മങ്കി പെറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ പെറ്റാണ്.
അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അധികം പറഞ്ഞതിൻ്റെ ആവശ്യമുണ്ട് തോന്നുന്നില്ല. അപ്പോൾ പെറ്റിൻ്റെ പവർ എന്ന് വെച്ചാൽ ലോങ്ങിലേക്ക് നമ്മളെ ഗ്രനേഡ് പോലെ വെപ്പൺസ് ഉണ്ടല്ലോ. അപ്പോൾ ഗ്രനേഡ്, ഫ്ലാഷ് ബോംബ്, മെൽറ്റിംഗ് ഗ്രനേഡ്, അതുപോലെ തന്നെ കുറേയധികം വെപ്പൺസ് ഉണ്ടല്ലോ. അപ്പോൾ ഗ്രനേഡ് പോലത്തെ സംഭവങ്ങൾ, അപ്പോൾ അതൊക്കെ വളരെയധികം ലോങ്ങിലേക്ക് നമുക്ക് എറിയാൻ പറ്റും. അപ്പോൾ 30% നമുക്ക് ലോങ്ങിലേക്ക് എറിയാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് പെറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഗ്ലൂ വാളൊക്കെ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഗ്ലൂ വാളിൻ്റെ ഇടയിലൊക്കെ നമുക്ക് നല്ല വ്യൂവും കാരണം കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് മെയിൻ ആല പവർ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെയധികം ലോങ്ങിലൊക്കെ ഗ്രനേഡീസ് നമുക്ക് എറിയാൻ പറ്റും. ഇപ്പോൾ ഗ്രനേഡ് പോലെ വെപ്പൺസ് നമുക്ക് വളരെയധികം ലോങ്ങിലേക്ക് ഇതുപോലെ എറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ ആയാലും ക്ലിപ്പ് വീഡിയോ ഇവിടെ ആഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ പെറ്റിൻ്റെ സ്കില്ല് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്ര അധികം ലോങ്ങിലേക്കൊന്നും നമുക്ക് എറിയാൻ പറ്റുന്നല്ല. അപ്പോൾ ഈ പെറ്റിൻ്റെ സ്കില്ല് ഉണ്ടാവുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം ലോങ്ങിലേക്ക് നമുക്ക് എറിയാൻ പറ്റിയുള്ളത്. അപ്പോൾ നല്ലൊരു പെറ്റാണ്. അപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തിയ 5 പെറ്റ് നമുക്ക് CS റാങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയ പെറ്റുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് പെറ്റിനെയാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് ടൈമിൽ CS മാച്ച് പ്ലേ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നു ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോടെ കാണാം. ബൈ.